അടുത്ത കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെയുള്ള ആരോപണങ്ങളുമായാണ് എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്റെ പക്കലുള്ള വില കൂടിയ ആഡംബര വസ്തുക്കളെക്കുറിച്ച് എലിസബത്ത് നടത്തിയ വെളിപ്പെടുത്തലുകൾ വൈറലായിരുന്നു. ബാല തൻ്റേതെന്ന് പറഞ്ഞ് പ്രദർശിപ്പിച്ച വെർസാസ് സൺഗ്ലാസ് പോലും നടൻ പണം കൊടുത്ത് വാങ്ങിയതല്ലെന്നും പുരാവസ്തു തട്ടിപ്പ് കേസിൽ പിടിയിലായ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിന്നും എടുത്തതാണെന്നുമാണ് എലിസബത്ത് പറഞ്ഞത്. ഒരു വെർസാസ് സൺഗ്ലാസ് ഇയാൾക്കുണ്ടായിരുന്നു. 26,000-നടുത്ത് വിലയുണ്ടെന്ന് ഒരു യൂട്യൂബ് ചാനലിൽ റിവ്യൂ ഒക്കെ വന്നിരുന്നു. ആ സൺഗ്ലാസിൻ്റെ ഉറവിടവും മോൺസൺ മാവുങ്കൽ തന്നെയാണ്. പക്ഷേ ഇയാൾക്ക് ഗിഫ്റ്റായി കൊടുത്തതല്ല. മോൺസൺ പിടിയിലായപ്പോൾ ഡ്രൈവർ അവിടെ നിന്നും എടുത്തുകൊണ്ട് വന്നതാണ്. ഇവരൊക്കെ അയാളുടെ വീട്ടിൽ നിന്നും ഓരോ സാധനങ്ങൾ മുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് പിന്നീട് വെർസാസിൻ്റെ ഗ്ലാസ് എന്ന് വാർത്ത വന്നത്. ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. ഇതുപോലെ പല ഇൻ്റർവ്യൂകളിലും കോടികൾ വിലയുണ്ടെന്ന് പറഞ്ഞു കാണിക്കുന്ന പല സാധനങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുമാണ് എലിസബത്ത് കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോഴിതാ മുൻ ഭാര്യയ്ക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബാല. ഇപ്പോഴത്തെ ഭാര്യ കോകിലയ്ക്കൊപ്പം വിവിധ ബ്രാൻഡുകളുടെ സൺഗ്ലാസുകൾ ധരിച്ചു നിൽക്കുന്ന വീഡിയോയ്ക്കൊപ്പമായിരുന്നു നടൻ്റെ മറുപടി. പൊയ് സൊല്ലക്കൂടാതെ കാതലി എന്ന തമിഴ് സോങ്ങും വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി ബാല ചേർത്തിരുന്നു. നിങ്ങളുടെ നിലവാരം ഉയർത്തിപ്പിടിക്കുക, നിങ്ങളുടെ വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ കൈവിടരുതെന്നാണ് ബാല കുറിച്ചത്. ഒപ്പം താൻ നിരന്തരമായി വാക്കുകളാൽ പീഡിപ്പിക്കപ്പെടുകയാണെന്നും ബാല പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ ഞാൻ വാക്കുകളാൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും. ആളുകൾക്ക് പോസിറ്റീവായി ഇരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൂളറുകളെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ കാരണം ഇതിലും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സമയം വരട്ടെ എന്നാണ് ബാല പറഞ്ഞത്. നടൻ്റെ പുതിയ പ്രതികരണ വീഡിയോ വൈറലായതോടെ എലിസബത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കാനാവില്ലെന്നാണ് നടൻ്റെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരുടെയും കമൻറ്റുകൾ. പൊങ്ങച്ചത്തിന് പഞ്ഞം ഇല്ലെന്നും ആളുകൾ പറയുന്നു. മോൻസൺ നല്ല കാശുകാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്വന്തം ചേട്ടനെ പോലെയാണ്, എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേസ് വന്നപ്പോൾ അതെല്ലാം തിരുത്തി പറഞ്ഞു. പുള്ളിക്കൊരു മോതിരം ഇയാൾ ഇട്ടുകൊടുക്കുന്ന വീഡിയോയുണ്ട്. പിന്നീടാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ആ മോതിരത്തിൻ്റെ പേരിൽ പലതവണയും കുഴപ്പമുണ്ടായിട്ടുണ്ട്. ആ മോതിരത്തിന് 1 കോടി രൂപ വിലയുണ്ടെന്നാണ് പറയുന്നത്. എന്തോ ഇങ്ങേര് ചരിത്രവും പറഞ്ഞു. ഇങ്ങേര് പല സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആ മോതിരം വലിച്ചെറിയും. കള്ളു കുടിച്ച് ബോധമില്ലാതെയാണല്ലോ ഇരിക്കുന്നത്. മോതിരം കാണാതാകുമ്പോൾ നമുക്കാണ് ചീത്ത കേൾക്കുന്നത്. 1 കോടിയുടെ സാധനമല്ലേ, നിനക്ക് നോക്കിയാൽ എന്താണ്, നിനക്കെന്താണ് ഇവിടെ പണി എന്നൊക്കെ ചോദിക്കും. പിന്നീടാണ് അറിയുന്നത് ആ മോതിരം മോൺസണാണ് ഇട്ടുകൊടുത്തതെന്ന്.